Hello, welcome to anooptube. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് STD സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ അല്ലെങ്കിൽ +1 +2 നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, സെറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല, അതെങ്കിൽ അതിലെല്ലാ വാല്യൂസും യൂണീക്ക് ആയിരിക്കും. ഓക്കെ, അതിന് പറയുന്ന പേരാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതേ ബിഹേവിയർ കോപ്പി ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ അതേ ബിഹേവിയർ നമ്മൾ പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു കണ്ടെയ്നറിനെ പറയുന്ന പേരാണ് STD സെറ്റ്. അത് സെറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടെയ്നറാണ്, പക്ഷേ നമ്മൾ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അതിന് STD സെറ്റ് നമ്മൾ ഈ സിംപ്ലി പറയും. ഓക്കെ, അപ്പോൾ ഈ STD സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും അതിനെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതിനെ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, അതിനെ എവിടെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് STD സെറ്റിനെ എങ്ങനെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹെഡർ ഫയലാണ് #include set എന്ന് പറഞ്ഞിട്ടൊരു ഹെഡർ ഫയലാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഹെഡർ ഫയൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, STD സെറ്റ് എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കണ്ടെയ്നറിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞായിരുന്നു എന്താണ് സെറ്റിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, സെറ്റിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, അതിൽ യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും ഉണ്ടാവുക. അത് യുണീക്ക് ആയിട്ടുള്ള ഒരിക്കലും റിപ്പീറ്റേഷൻ നമ്മൾ വരുന്നില്ല. എന്തെങ്കിലും റിപ്പീറ്റ് ആയിട്ടുള്ള വല്ല എലമെൻറ്റോ അതിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് റിമൂവ് ചെയ്തോളും. അതാണ് അതിൻ്റെ ബാക്കിലുള്ള അൽഗോരിതം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ STD സെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ STD സെറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. STD സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ വെച്ചാൽ അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് സാധാരണ നമ്മൾ STD വെക്ടർ STD പെയർ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ STD എന്ന് എഴുതും, അതിനുശേഷം സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ അതായത് യൂസ് ചെയ്തിട്ട് STD എന്ന് പറഞ്ഞ നെയിം സ്പേസിലാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ STD സെറ്റ് എന്നതിന് ശേഷം ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് നമ്മളതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻറ്റിൻ്റെ സെറ്റാണോ, അതോ ഡബിളിൻ്റെ സെറ്റാണോ, അതോ ഒരു സെപ്പറേറ്റ് ക്ലാസിൻ്റെ സെറ്റാണോ, എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇനി സ്ട്രിങ്ങിൻ്റെ സെറ്റാണോ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ടൈപ്പ് കൊടുക്കുക. അപ്പോൾ ഡാറ്റ ടൈപ്പ് കൊടുക്കുക, ഡാറ്റ ടൈപ്പ് എന്ന് കൊടുക്കും. അതിനുശേഷം നമ്മൾ > സിമ്പിൾ ഇടും. അതിനുശേഷം സ്പേസ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് എഴുതും, വേരിയബിൾ നെയിം എഴുതും. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു എംപ്റ്റി സെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു സിൻടാക്സ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു എംപ്റ്റി സെറ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന് വേരിയബിൾസ് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യണം, വാല്യൂസ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ബേസിക്കലി നമ്മൾ വെക്ടറിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കേളി ബ്രാക്കറ്റ് ഇടുന്നു, വാല്യൂസ് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ വീണ്ടും ഒരു 10 കൊടുത്തു കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല, 10 ഒറ്റ തവണയേ നമ്മൾ ഇതിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു സെറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ബേസിക്കലി ഉള്ള ഒരു സെറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് നോക്കാം. ഓക്കെ, പ്രോഗ്രാമാറ്റിക്കലി നമുക്ക് നോക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ഇൻറ്റിജറിൻ്റെ സെറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ STD എന്ന് എഴുതുക, കോളൻ എഴുതിയതിനു ശേഷം സെറ്റ് എഴുതുക. ഓക്കെ, സെറ്റ് എഴുതി അതിനുശേഷം നമ്മൾ ഇൻഡ് ഓഫ് എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തു, വേരിയബിളിൻ്റെ ഒരു പേര് കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ യുണീക്ക് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സെറ്റ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മളിത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ബേസിക്കലി ഇത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കതിൻ്റെ വാല്യൂസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സിംപ്ലി ഇതിൻ്റെ ഇത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് എംപ്റ്റി ആയിട്ടുള്ള ഒരു സെറ്റായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമുക്കിതിന് ഒരു വാല്യൂസ് നമ്മൾ കൊടുക്കണം. ഒരു യൂണീക്ക് സെറ്റല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്, 10, 11, 25, 45 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് വെച്ച് കഴിഞ്ഞാൽ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമുക്ക് ബേസിക്കലി ഇതിന് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെറ്റിനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർ ലൂപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. വെക്ടറിൽ നമ്മൾ ഓൾറെഡി ഒരു ഫോർ ലൂപ്പ് പഠിച്ചായിരുന്നു അല്ലേ. 4 എന്ന് എഴുതുക, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, ടൈപ്പ് നമ്മൾ എന്താണ് ഇവിടുത്തെ ഡാറ്റ ടൈപ്പ് എന്താണ്, ഇൻറ്റാണ്. ഇൻറ്റ് എഴുതിയതിനു ശേഷം നമ്പർ. ഓക്കെ, നമ്പർ എഴുതിയതിനു ശേഷം കോളനിട്ടതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സെറ്റിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫോർ ലൂപ്പ് വെച്ചിട്ട് ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ സിമ്പിൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ./a.out എന്ന് വെച്ച് കഴിഞ്ഞാൽ 10, 11, 25, 45 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമ്മുടെ ബേസിക്കലി നമ്മുടെ ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് സിമ്പിളി ആയിട്ടൊരു യൂണിക് എലമെൻ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ G++ നമ്മൾ കമ്പയർ ചെയ്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നിട്ട് ഒരു എലമെൻറ്റും കിട്ടില്ല. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ സെറ്റ് യൂസ് ചെയ്യുന്നത്? നമുക്ക് വെക്ടർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേറെ കുറേ കണ്ടെയ്നേഴ്സ് ഓൾറെഡി ഉണ്ട്. അറേ എന്ന് പറഞ്ഞ കണ്ടെയ്നർ ഉണ്ട്. ഈ കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ
എന്തിനാണ് നമ്മളൊരു STD സെറ്റ് ഒരു STD സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടെയ്നർ നമ്മൾ സ്പെസിഫിക്കലി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അതിനുള്ളൊരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു തരം കണ്ടെയ്നറാണ് STD സെറ്റ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ യൂസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും യൂസർ നെയിംസ് എപ്പോഴും എന്തായിരിക്കണം, ഒരു സിസ്റ്റത്തിലുള്ള യൂസർ നെയിംസ് എന്തായിരിക്കും, എപ്പോഴും എന്തായിരിക്കും, യുണീക്ക് ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റാബേസ് നമ്മൾ ഒരു യൂസർ നെയിംസ് റീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു STD സെറ്റിലോട്ടാണ് ഇൻസേർട്ട് ചെയ്താൽ മതി. നമ്മൾ ഇതിൻ്റെ വെക്ടറായിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കുഴപ്പം, നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ഒരു മാനിപ്പുലേഷൻ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൊരു ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയുള്ള യൂസർ നെയിം വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മളൊരു STD സെറ്റാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും, അതിൽ എപ്പോഴും യുണീക്ക് ആയിട്ടുള്ള ഒരു യൂസർ നെയിംസ് ആയിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് സിമ്പിൾ ഒരു യൂസ് കേസ് പറഞ്ഞതാണ്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, STD സെറ്റിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ യൂസ് കേസ് നമുക്കൊരു ഐഡിയ കിട്ടി, എന്തിനാണ് നമ്മൾ ഈ സെറ്റ് യൂസ് ചെയ്യുന്നത് നമുക്കൊരു ഐഡിയ കിട്ടി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, നമ്മൾ ഓൾറെഡി ഒരു സെറ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലോട്ട് നമുക്ക് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിളി ഒരു മെത്തേഡാണ്, അതായത് സെറ്റിനകത്തുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ്. അപ്പോൾ യൂണീക്ക് നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ സെറ്റ് ഉണ്ട്, അതിനോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകട്ടോ. ഇൻസേർട്ട് ഓഫ് 10 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, 10 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും 10 ഇൻസേർട്ട് ആവും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള എലമെൻറ്റ്സ് ഒക്കെ ഇൻസേർട്ട് ആവും. ഓക്കെ, നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കമ്പൈൽ ചെയ്യാൻ പറ്റും. പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, 10, 20, 30, 40 കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഇനി നമ്മൾ വേറൊരു കാര്യം നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിലോട്ട് വീണ്ടും നമ്മളൊരു 30 ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് വിചാരിക്കാം. 30 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. 30 ഞാൻ വീണ്ടും ഇൻസേർട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, 30 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ തവണയാണ് 30 വന്നുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ STD സെറ്റിനകത്തോട്ട് നമുക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് എലമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എപ്പോഴും ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇതിന് ഞാൻ ഓർഡർ ഒന്ന് നമുക്ക് ഇപ്പോൾ 10, 20, 30 പല കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ 40 ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്തു വിചാരിക്കുക. ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഇതിനത് പ്രിൻറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് 10, 20, 30, 40 എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്, ഈ STD സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്തിട്ടുണ്ടാവും, സോർട്ട് ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, അതെന്തായിരിക്കും, നമുക്ക് നമ്പർ ആണെങ്കിൽ അതിൻ്റെ രീതിയിൽ എന്ത് ചെയ്യും, സോർട്ട് ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളിതിന് ഒരു അൺഓർഡേഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് എന്താ നമ്മുടെ STD സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണോ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് അതേപോലെ അല്ല വരിക. ഓക്കെ, നമ്മൾ അതിൻ്റെ ഒരു സോർട്ടിംഗ് ആയിട്ടുള്ള അൽഗോരിതം വെച്ചിട്ടുള്ള ഓർഡറിലായിരിക്കും അതിൻ്റെ എലമെൻറ്റ്സ് വരുന്നുണ്ടാവുക. ഓക്കെ, അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻസേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പറേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇൻസേർഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നമുക്ക് പഠിക്കാനുള്ള ഒരു സംഭവമാണ് ഇൻസേർട്ട് ചെയ്താൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പഠിക്കണം. അപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, സെറ്റിൻ്റെ വേരിയബിൾ നെയിം വിളിക്കുക, ആൻഡ് ഇറേസ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇറേസ് ഓഫ് നമുക്ക് ഏത് എലമെൻ്റാണ് ഇറേസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏത് എലമെൻ്റാണ് ഇറേസ് ചെയ്യേണ്ടതെങ്കിൽ എനിക്ക് 30 ഇറേസ് ചെയ്യേണ്ടത് എന്നാണ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെ വിളിച്ച് കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ അത് വീണ്ടും കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, സോറി ഞാൻ അത് വീണ്ടും പ്രിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, ഇറേസ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രിൻറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇൻസേർട്ട് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ്, ഇറേസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമുക്ക് 4 എലമെൻ്റ് ഉണ്ടായിരുന്നു. ഇറേസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, 30 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഡിലീറ്റ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചു, റിമൂവ് ചെയ്യാൻ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എൻ്റയർ സെറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇറ്ററേറ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മൾ വിക്ടറിൽ നമ്മൾ ഇറ്ററേറ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇറ്ററേറ്റർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഫോർ ലൂപ്പ് എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണ്, ഒരു ഇറ്ററേറ്റർ ആണല്ലേ. അപ്പോൾ ഇറ്ററേറ്റർ എന്തായിരിക്കും, ഏതിൻ്റെ ഇറ്ററേറ്ററാണ്, നമ്മുടെ STD സെറ്റിൻ്റെ ഈ ഇൻറ്റ് ടൈപ്പിലുള്ള ഇതിൻ്റെ ഇറ്ററേറ്ററാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ STD എൻ്റെ കോളൻ ഇറ്ററേറ്റർ എഴുതി, അതിനുശേഷം IT എഴുതി, ഇറ്ററേറ്റർ IT എഴുതി, അതിനുശേഷം ഈക്വൽ ടു യുണീക്ക് നമ്പേഴ്സ് ഡോട്ട് ബിഗിൻ എഴുതി. ഓക്കെ, അതിനുശേഷം സെമിക്കോളൻ ഇട്ടു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ IT നോട്ട് ഈക്വൽ ടു യുണീക്ക് നമ്പേഴ്സ് ഡോട്ട് എൻഡ് എഴുതി, ആൻഡ് സെമിക്കോളനേഷൻ IT++ എഴുതി. ഇപ്പോൾ ഇറ്ററേറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ സിംപ്ലി ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്ററേറ്ററാണ് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന സെറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, വെക്ടറിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് STD ഔട്ട് ഓഫ് നമുക്കതിനെ പ്രിൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ പറ്റി, നമുക്കതിനെ പ്രിൻറ്റ് ചെയ്യാൻ നമുക്ക് ഇറ്ററേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ IT അതിൻ്റെ സ്റ്റാർ എടുക്കുക. ഓക്കെ, സ്റ്റാർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സിംപ്ലി പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീണ്ടും കമ്പൈൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ 3 തവണ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നമ്മൾ 2 തവണ ഓക്കെ ഫസ്റ്റ് ഇറ്ററേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്ററേറ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഇറ്ററേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അതല്ല സിമ്പിളായിട്ട് ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയും പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പോൾ നമുക്ക് 2 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ STD സെറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ടൊരു എലമെൻറ്റ് നമുക്ക് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ പറ്റും, അതായത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ആ യുണീക്ക് വെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വേരിയബിൾ ഉണ്ടല്ലോ, അതേ ഡോട്ട് ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ പറ്റും. ഫൈൻഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടത് ഒരു എലമെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ യുണീക്ക് നമ്പേഴ്സിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഏതായിരിക്കും, ഇൻഡിജർ ടൈപ്പാണ്. അപ്പോൾ ഇൻഡിജർ ടൈപ്പുള്ള ഒരു നമ്പർ ഞാൻ സെർച്ച് ചെയ്യണം, 100 എന്ന് പറഞ്ഞിട്ട് ഞാൻ സെർച്ച് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഇറ്ററേറ്റർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇറ്ററേറ്റർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ അതിൻ്റെ ടൈപ്പ് എന്തായിരിക്കും, ഇറ്ററേറ്റർ ആയിരിക്കും. ഓക്കെ ഫൈൻഡ് ഐറ്റർ ഈക്വൽ ടു എഴുതി. ഓക്കെ അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇറ്ററേറ്റർ റിട്ടേൺ ചെയ്യും. ഇനി നമുക്ക് ഇനി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഫൈൻഡ് ഇറ്ററേറ്റർ അതിൻ്റെ എൻഡിലോട്ടല്ല പോയിന്റ് ചെയ്ത് നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ ഈഫ് ഫൈൻഡ് ഐറ്റർ നോട്ട് ഈക്വൽ ടു യുണീക്ക് നമ്പേഴ്സ് ഡോട്ട് എൻഡ് എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ചെയ്ത് കിട്ടിയെന്നാണ് അർത്ഥം. ഇനി അതല്ല ഈക്വൽ ടു ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ നോട്ട് ഫൗണ്ട് ആണ്. അല്ലെങ്കിൽ എൽസ് കേസ് ആണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം, എൽസ് കേസ് ആണെങ്കിൽ ഫൗണ്ട് ആണ്. ഓക്കെ അപ്പോൾ എൻഡിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അർത്ഥം, കിട്ടിയില്ല എന്നാണ് അർത്ഥം. ഏറ്റവും ലാസ്റ്റിലോട്ടല്ലേ പോയിന്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ല ഒരു സ്പെസിഫിക് എലമെൻറ്റിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആ എലമെൻറ്റ് കിട്ടും. ഓക്കെ ഫൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പോൾ സ്റ്റാർ ഫൈൻഡ് ഐറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കേസിൽ നമുക്ക് എന്തായിരിക്കും ഒരിക്കലും 100 എന്ന് പറഞ്ഞ സംഭവം കിട്ടില്ല അല്ലേ, കാരണം നമ്മൾ 100 ഇൻസേർട്ട് ചെയ്തില്ല. ഓക്കെ അതിനുശേഷം ./ഡോട്ട് വിളിച്ച് കഴിഞ്ഞാൽ നോട്ട് ഫൗണ്ട് പറഞ്ഞിട്ട് വന്നു അല്ലേ, നോട്ട് ഫൗണ്ട് പറഞ്ഞിട്ട് വന്നു. ഇനി ഞാൻ ഫൈൻഡ് ചെയ്യുന്നത് 100-ന് പകരം 10 വിചാരിക്കാം. ഓക്കെ 10 എന്ന് പറഞ്ഞ സംഭവം കിട്ടണം. ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ ഫൗണ്ട് ആൻഡ് എലമെൻറ്റിൻ്റെ വാല്യൂ കിട്ടി 10. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബേസിക്കലി ഒരു എലമെൻ്റ് ഉണ്ടോ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് നമുക്ക് ഓൾറെഡി STD സെറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ ഇത് കൂടാതെ തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ബേസിക്കലി ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് STD സെറ്റിൻ്റെ സൈസ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ STD cout പ്രിൻറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ സെറ്റിൻ്റെ സൈസ് കിട്ടണമെങ്കിൽ യുണീക്ക് നമ്പേഴ്സ് ഡോട്ട് സൈസ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇത് empty ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഈഫ് യുണീക്ക് നമ്പേഴ്സ് ഡോട്ട് empty എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ ഉണ്ട്. empty എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ empty ആണെന്ന് അർത്ഥം. ഓക്കെ എൽസ് ആണെങ്കിൽ നോട്ട് empty. ഓക്കെ empty ആണെങ്കിൽ empty അല്ലെങ്കിൽ നോട്ട് empty. അപ്പോൾ നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ അപ്പോൾ നമ്മൾ ഓക്കെ ഫൗണ്ട് 110 എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം യുണീക്ക് അതിൻ്റെ സൈസ് ഞാൻ പ്രിൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇത് കൊടുത്തില്ല കേട്ടോ, ഒരു ന്യൂ ലൈൻ കൊടുക്കാത്തതിൻ്റെ ഉള്ള പ്രശ്നമാണ്. ഓക്കെ ഫൗണ്ട് 3 സൈസ് 3 കിട്ടിയത് ആൻഡ് നോട്ട് empty. ഇത് ഒരിക്കലും എന്താണ് empty അല്ല. ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, empty ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് മൊത്തം ഈ STD സെറ്റിന് മൊത്തം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ യുണീക്ക് നമ്പേഴ്സ് ഡോട്ട് ക്ലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും empty ചെക്ക് ചെയ്യാൻ പറ്റും, സൈസും empty ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സൈസ് കൊടുക്കുന്നതിന് മുമ്പ് അപ്പോൾ നമുക്കിതൊന്നൊരു പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ അതായത് ബേസിക്കലി നമുക്ക് ഇതിൽ ക്ലിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഈ എൻ്റയർ സെറ്റിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും മൊത്തം. അപ്പോൾ അതിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സെറ്റ് എന്തായിരിക്കണം, empty ആയിരിക്കണം അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. ./ഡോട്ട് വിളിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ആദ്യം നമുക്ക് കിട്ടിയത് നോട്ട് empty ആയിരുന്നു. അതിനുശേഷം ക്ലിയർ ചെയ്തതിനു ശേഷം എന്തായിരിക്കും, സൈസ് 0 ആയി, empty ആയി. ഓക്കെ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ STD സെറ്റ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ കേസസിലാണ് നമുക്ക് STD സെറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ബേസിക്കായിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ഡെമോൺസ്ട്രേഷൻ നമ്മൾ കഴിഞ്ഞു. ഓക്കെ അപ്പോൾ നമ്മളിതിൻ്റെ യൂസ് കേസ് എവിടെയാണ് നമ്മൾ പഠിച്ചു അല്ലേ, എങ്ങനെയാണ് നമുക്കൊരു ഒരു യൂണീക്കായിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഇത് നമുക്ക് എവിടെ വേണമെച്ചാൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ STD സെറ്റ് ഇൻറ്റിജറിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രിങ് യൂസ് ചെയ്യാം, എന്ത് വേണമെച്ചാലും ചെയ്യാം. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, നമ്മൾ അതിൻ്റെ ഒരു ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയ ടോപ്പിക് ആയിട്ട് വരും. ഓക്കെ ബൈ.